ആകെ ഇവിടൊക്കെ പുല്ലൊക്കെ മുളച്ചേക്കണം. അതൊക്കെ നേരാക്കായി ഇറങ്ങണം. ഇന്നിപ്പോ എന്ത് നേരം നോക്കുമ്പോ തന്നെ ഫോൺ വിളിക്കാൻ നിക്കണു. അല്ലെങ്കിൽ 2 ദിവസമായിക്കണു തുടങ്ങിയിട്ട് വിളിമാതിരി കാട്ടില്. ഓ ഇന്ന് രാത്രിയല്ലേ വിളിക്കല്, ഇന്നിപ്പോ പകലൊരു വിളി. അല്ലടി ആരാണ് വിളിക്കണത്? ഇജ്ജ് കൊറേ നേരമായാലും ഒന്നും ഇങ്ങനെ വർത്താനം പറഞ്ഞേ. അതിക്കാണ്. എന്തോ ഈ നേരത്ത് വിളിക്കണത്? ഈ സമയത്ത് വിളിക്കലൊന്നും ഇല്ലല്ലോ. ഇന്ന് വൈകുന്നേരമല്ലേ വിളിക്കല്? ഓൽക്ക് ഇപ്പളേ ടൈം മാറ്റിയിരിക്കണം പണിയുടെ, അതുകൊണ്ട് വിളിക്കാണ്. ഓൻ്റെക്ക് പോവൊന്നും വേണ്ട. ഓനായിട്ട് ഇങ്ങനെ ഇവിടെ നിന്ന് ഫോൺ വിളിച്ചാ മതി. എന്താച്ച ചെയ്യൂട്. നേരം വെളുത്ത ഓർക്കൊരു ഫോൺ വിളി മാത്രമേ ഉള്ളൂ. ഇക്കയെന്നുള്ളൊരു പറച്ചിലും. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും മുണ്ടൂലല്ലോ. ഇല്ല ഇജേ നേരം വെളുത്തേക്ക് ആ ഫോണായിട്ട് ഇങ്ങനെ നടന്നട്ടോ. ഈ പേരന്റെ ഉള്ളിൽ ഇന്നൊന്ന് സഹായിക്കണം എന്നുള്ള ബോധം കൂടി അനക്കില്ലല്ലോ. ഇക്കൊന്നും വെച്ചമ്മ എന്തെങ്ങൾ ഇങ്ങനെ അന്നൊക്കെ ഇവിടെ നിർത്തണ ഇന്ന വേണം തല്ലാനി. ഇജ് കാരണം ആ പെണ്ണും കൂടി ഇവിടുന്ന് പോയത് അതറിയാം എനിക്ക്. ഇജ അവിടെ പോയി നിക്കാണെന്നുണ്ടെങ്കിൽ ഓൾ ഇവിടെ വന്ന് നിക്കുമല്ലോ. ഇജ് ആ പെണ്ണിന് ഒരു സ്വൈര്യ സ്വസ്ഥതയും കൊടുക്കാതെ ഇവിടുന്നാണ്ട് ആട്ടി. ഇപ്പൊ എന്തായി? ഞാൻ കിടന്ന് അടങ്ങറാവണം. ഒരാളും പണിയെടുക്കാനില്ല, ഒന്നിനും ഇല്ല. ഇന്ന് ഞാൻ ഇവിടെ വരുമ്പോഴല്ലേ ഉള്ളു ഒരു പാത്തിരിക്കണത്. ഇവിടെ വരുമ്പത്തന്നെ വിളിച്ച് വെറുതെ ഇരിക്കല്. ഇജ് അതിന് എന്നാ എന്റെ കെട്ടിച്ചോർന്ന് നിക്കല്? കല്യാണം കഴിഞ്ഞ മുതലേ ഇജ് പറയണു മാപ്പിള ഗൾഫിലാണെന്നുള്ളൊരു പേരും. മാപ്പിള വന്നിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച 2 ആഴ്ച അവിടെ നിൽക്കുക, കഴിഞ്ഞാ പിന്നെ ഇങ്ങനെ തന്നെ വരും. അതല്ലപ്പ എനിക്ക് ഒരു സ്വൈര്യം തരൂല. ഒന്നും ഒരു പണി എടുക്കൂല. അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ പണി എടുക്കേണ്ടി വരുമല്ലോ വെച്ചിട്ടാണ് ഇങ്ങോട്ട് വണ്ടിയിരിക്കുന്നത്. എന്നാ ഓണ്ടല്ലോ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അതും ഇല്ല. അവിടെ നിക്കണത് പോട്ടെ, എന്നാ ഇവിടുന്ന് എന്തെങ്കിലും ഇന്നൊന്ന് സഹായിക്കാം, അങ്ങനത്തെ ചിന്ത ഒന്നും പെണ്ണിനില്ല. ഇവിടെ ഉണ്ടായതോ ഇവിടുന്നാണ്ട് ആട്ടിയോള്, പറഞ്ഞിട്ടും കാര്യമില്ല. ഇപ്പൊ ഓളും ഇതേപോലെ തന്നെ വരുവുള്ളൂ. ഞാൻ ഉണ്ടല്ലോ ഇവിടെ കിടന്ന് ഇറങ്ങാറാവാന്. ഏടി ഏത് സമയം ഫോണുമ്പോ ഇങ്ങനെ ഇരുന്നിട്ട് എന്നോട് നേരത്തെ ഞാൻ എന്താ പറഞ്ഞത്? എന്തിനെങ്കിലും എന്റെ കൂടെ ഒന്ന് കൂടിക്കൂടെ? ഇക്കാണെന്നുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലിൽ ഒന്ന് പോവും വേണം. 50-55 ടോക്കൺ കിട്ടിയിരിക്കണം. വരാനാണെങ്കിൽ നേരം മുക്കും ചെയ്യും. ഇത് എന്റെ നാളെ തിരുമ്പിട്ടാണ്, എന്റെ ഞാൻ നാളെ തിരുമ്പിക്കൊണ്ട്. എനിക്ക് എല്ലാം കൂടി നാളെ തിരുമ്പാൻ വെച്ചായിട്ടാണ് ഞാൻ പിന്നെ ചെയ്തോണ്ടിരുന്നാ. ഞാൻ പറയണത് മര്യാദക്ക് കേക്ക് കണക്ക് നല്ലത്. ഇട്ടെടുത്തും കൂടി എനക്കൊന്ന് തിരുമ്പാൻ വയ്യല്ലോ. 24 മണിക്കൂറും തിന്നാൻ വയ്ക്കുവോ? ഈ തിന്നുമ്പോൾ ഉറങ്ങുമ്പോൾ ഈ ഒരു ഫോണും അല്ലാതെ വേറെ ഒരു പണിയില്ല. എന്റെ മാപ്പിളക്ക് എന്താ വേറെ പണിയൊന്നും ഇല്ല? അവിടെ ഏത് നേരം അന്നിട്ട് ഇങ്ങനെ ചാറ്റ് ചെയ്തിരിക്കല. ഒന്നിനെ എന്തിനും ഗൾഫ് പോയിക്കോ, നമുക്ക് നമ്മളെ നിന്നാ പോരാ. ഇനിയില്ല ഒരു മനസ്സമാധാനം തരൂല. ഞാൻ തിരുമ്പിട്ടോളാം. അങ്ങനെ മര്യാദക്ക് വായോ ഒരു രോഗം തിരുമ്പിട്ട് നേരാ കൂട്. ഞാൻ പൊതിന ചോറിന്റെ വെള്ളം ഉണ്ട് അടുപ്പത്ത് നിന്ന്, അരി ഇടട്ടെ, ഇതൊക്കെ പോവും വേണം. അവിടെ പറയട്ടെ. പിന്നെ ഇമ്മ കുറച്ച് കഴിയുമ്പോത്തിന് ഹോസ്പിറ്റലിലേക്ക് പോണുണ്ട്. അപ്പൊ ഈ ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. ഗൾഫിൽ നിന്ന് വന്നിട്ട് നമ്മള് കണ്ടിട്ടൊന്നുമില്ലല്ലോ. ഉമ്മ പോയിട്ടോ വന്നു. ഉമ്മ വരുന്നതിന്റെ മുന്നേ പോവുകയും ചെയ്തോളൂ. എങ്ങനായാലും ഉമ്മ വരാൻ നേരം വഴുകും. 1 അരമണിക്കൂറൊക്കെ ഇരുന്നിട്ട് പോയിക്കോളൂ. ഒരു ഫ്രിഡ്ജിന്റെ മേലില്ലാത്ത സാധനങ്ങളില്ല.
പേരൊക്കെ ഗുളികയാണാവോ വാങ്ങാനുള്ളത്. ഗുളിക ഒന്നിഞ്ഞ് വാങ്ങണം. മറ്റേ ലിസ്റ്റിലുള്ളതൊന്നും ഇപ്പൊ വാങ്ങണ്ട, അതിനുള്ള പൈസ ഒന്നും ഇല്ല. എപ്പോഴാ ഇനി പോയിട്ട് ഒഴിവാണാവോ. ഇപ്പൊ ഫോണൊക്കെ എടുക്കും. ഷെമീറാണല്ലോ വിളിക്കണം. ഹലോ, വാലേക്കും അസ്സലാം. എന്തേ? ഓള് ഇവിടെ ഉണ്ടല്ലോ. ബിസിയോ? അറിയില്ല, എന്താണാവോ. ഫോൺ എന്തെങ്കിലും കേടുണ്ടാണാവോ. അതെ, ഇന്റെ സിമ്മ് ഓളെ ഫോണിലായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ഓരോരുത്തർക്ക് വിളിക്കുമ്പോ ബിസി ആവുകയെന്ന്. ചെലപ്പോ അതേ കാര്യം ഇക്കാണെന്നുണ്ടെങ്കിൽ ഫോണ് വരുന്നതൊന്നും അറിയില്ല. ചെലപ്പോ അതേ കാര്യം എനിക്ക് കിട്ടാതിരുന്നിട്ടുണ്ടാവുക. എത്ര ദിവസായി? എന്നേക്കാരെന്നോ എന്നോടൊന്നും പറയും ചെയ്തില്ലട്ടാ. സുഖാണ്, കൊഴപ്പൊന്നുമില്ല. എന്താ എന്റെ പാട്? ഇജ്ജ് വരുന്നുണ്ടാ? ഓ വന്നിക്കണാ? എന്നാന്ന്? ഇനിയിപ്പോ ഓനക്കിപ്പോ ഒരു കല്യാണക്കാര്യം കൂടി നോക്കണല്ലോ അല്ലേ? ഈ വരുന്നില്ല എന്നിട്ട്? അടുത്ത മാസം. അപ്പൊ പോയിട്ട് ഇപ്പൊ 2 കൊല്ലൊക്കെ ആവാനായില്ലേ? ഒന്നും പറയണ്ട. ഓള് നിജ് വന്നാ തന്നെ കാരം പോവുണ്ടാവുള്ളൂ. ഞാൻ എന്നാ ഓളോട് പറഞ്ഞു, ഇപ്പൊ എന്തേലും കേടുണ്ടെന്നുണ്ടെങ്കിൽ ആ കടയിലൊന്ന് കൊണ്ടുപോയി നേരാക്കിക്കോട്ടെ. ചില കേടന്ന് തന്നെ ഇക്കാരം. അതിക്ക് കോളൊന്നും വരുന്നത് ഞാനും കണ്ടിട്ടില്ല. എന്നായിക്കോട്ടെ, എന്നാലേ ഞാൻ ഓളോട് പറയാ. ശരി ശരി. വാലേക്കും അസ്സലാം. ഓളല്ലേ പറഞ്ഞു രാവിലെ ഓനാണ് വിളിക്കണെന്നുള്ളത്. ചോദിക്കണല്ലോ ആരാണെന്നുള്ളത്. ഇവിടെ വന്ന് നിന്നിട്ട് തെമ്മാടിത്തരം കാട്ടുണ്ടോ എന്നുള്ളതൊന്നും അറിയണല്ലോ. അന്റെ ഫോൺ വിളി ഇതുവരെ കഴിഞ്ഞില്ലേ? ഒപ്പോഴും വെച്ചിട്ടില്ല? അത് ഇക്കാണ് വിളിക്കണത്. നിങ്ങൾ എന്തിനാ ഇടക്കിടക്ക് ഇങ്ങനെ ചോദിക്കണത്? എന്റെ ഫോണിന് എന്തെങ്കിലും കേടുണ്ടോ? ഇല്ല. എന്താണ്? പിന്നെ എന്താടി മാത്രം വിളിച്ച എന്റെ ഫോണിക്ക് കിട്ടാത്തത്? ഏത് നേരം ബിസി ആണെന്ന് പറഞ്ഞല്ലോ. ഓൻ തന്നെ ഇക്കാരല്ലേ വിളിക്കണത്? ഇപ്പൊ എന്റെ ഫോണിക്ക് വിളിച്ച സെമീർ ആരാ? ഞാൻ പറഞ്ഞുതരാം. അനക്ക് വേറെ വല്ല ബന്ധം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിൽ അത് നടക്കൂല. ചെക്കനെ പറ്റിച്ച് ജീവിക്കാനാണ് കണ്ടുകണെന്ന് വെച്ചാൽ ഇന്റെ സ്വഭാവം എനിക്ക് ശരിക്കും അറിയില്ല കേട്ടാ. ഒരാഴ്ചത്തോളം ആയത്ര ജോലിക്ക് വിളിച്ചിട്ട്. അപ്പൊ ഈ നേരം വിളിക്കുമ്പോഴൊക്കെ നടന്ന് ഫോൺ വിളിക്കണത് ആർക്കാണ്? അത് പറഞ്ഞാട്ടിക്ക. അതിന്റെ ഫ്രണ്ടാണ്, അങ്ങോട്ട് വെറുതെ പറഞ്ഞതാണ്. എനിക്ക് എത്ര വാക്കാടി, എത്ര വാക്കാണ് എനിക്ക് ഒരു ഫ്രണ്ട്. ഞാൻ കാണട്ടെ ഇവിടെ ഈ ഫോണായിട്ട് നടക്കണത്. ഞാൻ ആസ്പത്രിക്ക് പോവാണ്. ചോറ് മര്യാദ ഊറ്റി വെക്ക്. ഞാൻ നേരെ പോകും വരാന്. ഇനി ഉമ്മാന്റെ മുന്നിൽ നിന്ന് അങ്ങനെ സംസാരിക്കാൻ പറ്റൂല. എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ആകെ പ്രശ്നമാവും. ഈ എന്തൊക്കെയാ ഈ പറയണത്? അപ്പൊ ഇത്രയും കാലം ഈ എന്നെ ടൈം പാസിന് എന്ന് നോക്കിയത്? അന്നി വിശ്വസിച്ചിട്ട് ഈ പണിക്കൊക്കെ നിന്ന് ഞാൻ ആരാ? ഞാൻ എന്റെ ഇക്കാനും കൂടി ചതിച്ചിട്ട് ഞാൻ എന്നെയാ സ്നേഹിച്ചത്. എന്നോട് ഞാൻ പറഞ്ഞിരുന്നോ എന്റെ പിന്നാലെ നടക്കാന്? ഇല്ലല്ലോ. ഈ എന്നല്ല ആദ്യം എന്റെ അടുത്തേക്ക് വന്നത്. ആദ്യം അത് ചിന്തിക്കണ്ടേന്നു അനിയനാണ് എന്നുള്ളത്. ഈ തോന്നിയ പോലെ കാട്ടിങ്ങാണ്ട് ഞാൻ എന്നെ ഏറ്റെടുക്കണം. ഞാൻ എന്തായാലും എന്നെ ഏറ്റെടുക്കൂല. റാണിന്റെ സൗണ്ട് കേൾക്കണ്ടല്ലോ. സാജിയ, സാജിയ, എന്തെന്നാ?
വാതിൽ തുറന്നാ. വാതിൽ തുറക്കാനാ ഞാൻ പറഞ്ഞത്. ഇങ്ങോട്ട് തുറക്ക്. ഞാൻ തുറക്കാം. ഇജെന്താ ഇവിടെ? ഓന് കാണാൻ വേണ്ടിട്ട് വന്നതാ. ഗൾഫിൽ നിന്ന് വന്നതല്ലപ്പോ. അപ്പൊ ഇങ്ങോട്ടൊന്ന് വന്നതാണ്. ആ അതൊക്കെ ശരി തന്നെയാണ്. ഓൻ ഗൾഫിൽ നിന്ന് വന്നതാ വിചാരിച്ചിട്ട് അന്റെ റൂമിലാ ഓൻ ഇരിക്കല്? പുറത്തല്ലേ ഇരിക്ക? ഇതെന്താ നിങ്ങൾക്ക് രണ്ടാക്കും വാതിലടച്ചിട്ട് ഇതിനുള്ള പണി? എന്താ കാര്യന്ന്? എന്നോട് വിളിച്ചിട്ട് വന്നതാണ്. അപ്പൊ ഇവനെന്നില്ലേ എനക്ക് വിളിച്ചിരുന്നത്? ഹിജി ഇന്ന് ആ കുട്ടീനൊക്കെ പറ്റിക്കുന്നില്ലേ? എടാ ഒന്നല്ലെങ്കിൽ അനക്കെങ്കിലും ബോധം വേണ്ടേ? അന്റെ കാരണാല് പെണ്ണുങ്ങളല്ലേ ഇത്? ഹിജി ഓള ആരാണെന്ന് അറിയോ? ഇളയച്ചനും. നിങ്ങൾ തമ്മിൽ ഇങ്ങനത്തെ ബന്ധം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഓനും കൂടി ഇതിക്ക് വിട്ടത്? പറ്റിപ്പോയതമ്മ. നിങ്ങൾ നിക്കാനോടൊന്നും പറയില്ലേ. ഇനി ഇങ്ങനൊന്നും ഉണ്ടാവൂല. ഇക്കോ രാവിലെ വിളിച്ച് പറഞ്ഞപ്പോ തന്നെ എനിക്ക് സംശയം ഉണ്ടായിന്ന്. പിന്നെ ഇവനാണെന്നുള്ളത് ഞാൻ വിചാരിച്ചിട്ടില്ല. ഒരൊറ്റ പെരയില് കഴിഞ്ഞിട്ട് എങ്ങനെ നിങ്ങൾക്ക് രണ്ടാക്കുതിന് തോന്നിയത്? അല്ലാത്ത മനസ്സന്നെയാണ് നിങ്ങളത്. എടി അനക്കും വേണ്ടിട്ടില്ലടി ഓൻ അവളാ കിടന്ന് കഷ്ടപ്പെടുന്നത്. ഇജ്ജമ്മ അതൊരു ചെറ്റത്തരത്തിന്റെ ഉള്ളിൽ ചെയ്യലേ. അന്നെ പറ്റിട്ട് ഞാൻ ഇതുപോലെ ഞാൻ വിചാരിച്ചിട്ടില്ല. നിങ്ങൾ ഇന്നെ മാത്രം കുറ്റപ്പെടുത്താ നിങ്ങളെ മകള് ചെയ്ത് നോക്ക്. ഇപ്പൊ എന്റെ മകളെ മാത്രം ഏത്തുകൊണ്ട് ഇട്ടോ. അപ്പൊ ഇജ് സേഫ് ആയല്ലോ അല്ലെ? ഇത് ഞാൻ ആരോടും ഞാൻ പറയണില്ല. കാരണം എന്റെ മകളെ ജീവിതം കൂടിയാണ് ഇല്ലാതാവണത്. ഇതിന്റെ പിന്നാലെ നടക്കാനും വെച്ച. നിങ്ങളോട് രണ്ടാളോടും പറയാനുള്ളത് ഇതിന്റെ ഉള്ളിൽ ഞാൻ പറ്റൂല. അങ്ങനെ എനക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്റെ പെരന്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് നോക്കിക്കഞ്ഞോളെ. ഇറങ്ങും എന്റെ പിന്നാലെ. ഇപ്പൊ ഇറങ്ങണം ഇവിടുന്ന് എന്റെ ഡ്രസ്സൊക്കെ എടുത്തിട്ട്. ഇനി ഇവിടെ മറ്റോള് വന്ന് നിന്നോളും. എന്റെ ആങ്ങളുടെ പെണ്ണുങ്ങള്. ഇനി ഓള് മതി ഇവിടെ. ഇറങ്ങാൻ എനിക്ക് നല്ലത്. ഞാൻ കാണും വേണ്ട, എന്റെ ഒരു കാര്യം കേക്കും വേണ്ട. ഇറങ്ങിപ്പോ. അന്നോട് കൂടിയാ പറഞ്ഞത് ഇറങ്ങാന്. ഇനി മേലിൽ ഇങ്ങോട്ട് കേറിയിട്ടുണ്ടായി നോക്കിക്കോ. സ്വന്തം അഞ്ജന അത്രേ നാണില്ലാത്തോനി. ഇമ്മ ഇപ്പൊ എനിക്ക് സമാധാനായില്ലേ? ഞാൻ എങ്ങനെ ഇക്കാന്റെ കൂടെ ജീവിക്ക? ഈ കാരണമാണ് ഇപ്പൊ ഇങ്ങനൊക്കെ ഉണ്ടായത്. ഞാൻ കാരണോ? ഈയാണ് ഈ നാളില്ലാത്ത പരിപാടി ചെയ്തത്. ഈ അല്ല എന്റെ അടുത്തേക്ക് ആദ്യം വന്നത്. ഇനി ഒന്നും അറിയണ്ട. എന്റെ കാര്യം എന്താ വെച്ചാൽ നോക്കിക്കോ. ഓനെന്നെ കൈ കഴിഞ്ഞല്ലോ. ഇക്ക തറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ